പിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പുത്രനായ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അവിടത്തോട് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, വചനശ്രവണത്തിനായി വചന ശുശ്രൂഷയ്ക്കായി കാത്തിരിക്കുന്ന സർവ മക്കളെയും ഇതാ നിൻ്റെ പൊൻകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി കാഴ്ചവെക്കുന്നു. സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ധ്യാനത്തിനും പരിചിന്തനത്തിനുമായി എടുത്തിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. അതിലെ ശ്രേഷ്ഠമായ ശ്രദ്ധേയമായ വാക്യം, അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞു, പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, തൊഴുത്തിനെ ഭവനമാക്കിയവൾ. തൊഴുത്തിനെ ഭവനമാക്കിയവൾ. പ്രിയപ്പെട്ടവരെ, യേശുവിന് ജനിക്കുവാനായിട്ട് ഒരു കാലിത്തൊഴുത്താണ് കിട്ടിയത്. ആ തൊഴുത്തിനെ പരിശുദ്ധ കന്യകാമറിയം ഭവനമാക്കി, ഭവനത്തെ സ്വർഗമാക്കി, സ്വർഗത്തെ സ്വർഗ സാമ്രാജ്യമാക്കി. എന്നാൽ സാധാരണ കാണുന്ന എന്താണ്? ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്നവർ, തൊഴുത്തിനെ നരകമാക്കി മാറ്റുന്നവർ, ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്നവർ, തൊഴുത്തിനെ നരകമാക്കി തീർക്കുന്നവർ, നരകത്തെ നരക സാമ്രാജ്യമാക്കി തീർക്കുന്നവർ. ഇതാണ് ലോകത്തിൽ കാണുന്നത്. എങ്ങനെയാണ് ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്നത്? സ്നേഹത്തിൻ്റെ വരൾച്ചയാണ് ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്നത്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന മുറിയിലേക്ക് തന്നെ കടന്നു ചെന്നാൽ ഒരു തൊഴുത്തിന് സമാനമായി കിടക്കുന്ന ചില ഭവനങ്ങളിലെ ചില മുറികളെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്നത്, ഹൃദയത്തെ തൊഴുത്താക്കി മാറ്റുന്നത് സ്നേഹശൂന്യതയാണ്, സ്നേഹത്തിൻ്റെ വരൾച്ചയാണ്. ഞാൻ വിശ്വസിക്കുന്നു, പാപ പ്രതിരോധന ശക്തി സ്നേഹത്തിൽ നിന്നാണ് കിട്ടുന്നത്. പാപനശീകരണ ശക്തി സ്നേഹത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പുണ്യവർദ്ധനവിൻ്റെ ശക്തി സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ സ്നേഹമാണ് ഒരു തൊഴുത്തിനെ ഭവനമാക്കി മാറ്റുന്നത്, ഒരു ഭവനത്തെ സ്വർഗമാക്കി മാറ്റുന്നത്, ഒരു സ്വർഗത്തെ സ്വർഗ സാമ്രാജ്യമാക്കി മാറ്റുന്നത്. സുവിശേഷത്തിൽ കടന്നു ചെന്നാൽ നമ്മൾ കണ്ടുമുട്ടും, യേശുവിൻ്റെ മരണത്തിന് ശേഷം, കല്ലറയിൽ സംസ്കരിച്ചതിന് ശേഷം മറിയം അതിരാവിലെ ഇരുട്ടായിരുന്നിട്ടും കല്ലറയിലേക്ക് അതിവേഗം പോയി. ശ്രദ്ധിക്കണേ, മറിയം അതിരാവിലെ ഇരുട്ടായിരുന്നപ്പോൾ കല്ലറയിലേക്ക് കടന്നു ചെന്നു. സ്നേഹത്തിൻ്റെ ശക്തിയാണ് അവിടെ നാം കാണുന്നത്. അരിമത്യക്കാരൻ ഈശോയിൽ നിന്ന് ഒന്നും കിട്ടാനില്ല എന്നറിഞ്ഞിട്ടും കല്ലറ സൗജന്യമായി കൊടുത്തില്ലേ? പാപഭംഗിലമായ ജീവിതം നയിച്ച സക്കേവൂസും സമറിയക്കാരത്തിയും പാപത്തോട് വിട പറയാൻ അവരെ നിർബന്ധിച്ചത് യേശുവിനോടുള്ള സ്നേഹമായിരുന്നില്ലേ? ഈശോയെ പ്രതി അപ്പസ്തോലന്മാർ സ്വജീവൻ ത്യജിച്ചു. അവർക്ക് അവകാശപ്പെട്ടത് മുഴുവൻ ദൈവസന്നിധിയിലേക്ക് അവർ സമർപ്പണം ചെയ്തു. തിരുസഭയിലെ വിശുദ്ധന്മാരും രക്തസാക്ഷികളും ഒക്കെ അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ തെറ്റിദ്ധാരണകളും പ്രതിബന്ധങ്ങളും പരിഹാസങ്ങളും തിരസ്കരണങ്ങളും എല്ലാവിധ പീഡനങ്ങളും കിട്ടിയപ്പോൾ
ദൈവസ്നേഹത്തിൽ നിന്ന് അകലാതെ അവർ ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് യേശുവിനോടുള്ള അടുപ്പമായിരുന്നു, യേശുവിനോടുള്ള വ്യക്തിപരമായിരിക്കുന്ന സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്, ദൈവസ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ സാധിക്കും? നഗ്നതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഒരു ശക്തിക്കും യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, വൈകല്യങ്ങളിൽ തളർന്നു പോകരുത്, പരാജയങ്ങളിൽ മങ്ങിപ്പോകരുത്, പരിഹാസങ്ങളിൽ നഷ്ടധൈര്യരായി തീരരുത്. പ്രതികൂലങ്ങളിൽ നീ ജീവിതം തളർത്തിക്കളയരുത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുവാൻ ആവശ്യപ്പെടുന്നു, വിശ്വസ്തത, വിവേകം, ദൈവ ആശ്രയബോധം, വിനയം, ഇതാണ് ഒരു തൊഴുത്തിനെ ഭവനമാക്കി തീർത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയാൻ ആവശ്യപ്പെടുന്നത്. നീ വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. വിവേകം വേണം. ആവശ്യമുള്ളത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാനുള്ള കഴിവ്, ഈ വിവേകം വേണം. ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ദൈവത്തെ ചേർത്ത് പിടിക്കുന്ന, ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ദൈവ ആശ്രയ ബോധം, അത്യഗാധമായിരിക്കുന്ന വിനയം, ഇവയാണ് ഒരു തൊഴുത്തിനെ ഭവനമാക്കി മാറ്റുന്നത്, ഒരു ഭവനത്തെ സ്വർഗമാക്കി മാറ്റുന്നത്, ഒരു സ്വർഗത്തെ സ്വർഗ സാമ്രാജ്യമാക്കി മാറ്റുന്നത്. തിരുസഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ മാർപ്പാപ്പ പത്രോസ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ എപ്പോഴും നിങ്ങൾ പരിശ്രമിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും രൂപാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് തൊഴുത്തിനെ ഭവനമാക്കി തീർക്കുന്നവർ. ഇന്ന് ദൈവമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ശാസ്ത്രത്തിൻ്റെ വഴികൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അറിവുകൾ നൽകുന്നുണ്ട്. എന്നാൽ കുടുംബവും മക്കളും സമൂഹമൊക്കെ ദൈവത്തിൽ നിന്ന് വഴിവിട്ടു പോകുന്ന ദുർഭഗമായ അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സ്നേഹം വച്ചിപ്പോകുന്നതുകൊണ്ടാണ്. സ്നേഹം ശ്രേഷ്ഠമായ ഒരു വികാരമാണ്. സ്നേഹത്തിൽ മാലിന്യങ്ങൾ കലരുമ്പോൾ, സ്നേഹത്തിൽ കുറവുകൾ വരുമ്പോൾ ഭവനങ്ങൾ തൊഴുത്തുകളായി മാറുകയാണ്, കുടുംബങ്ങൾ തൊഴുത്തുകളായി മാറുകയാണ്. അതുകൊണ്ട് എന്താണ് ഈ സ്നേഹം മലിനസമമാകുന്ന ലക്ഷണങ്ങളെന്ന് ചിലതൊന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്ന ഒന്നാമത്തെ കാര്യം അലസതയാണ്. ആലസ്യമുള്ള ജീവിതം, ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ, ഒരു നിസ്സംഗത. പ്രിയപ്പെട്ടവരെ, ജെറമ്യയുടെ പുസ്തകം 48-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവീക കാര്യങ്ങളിൽ അലസനായവൻ ശപിക്കപ്പെട്ടവനാണ്. അലസത, പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല, ദൈവവചനം വായിക്കുവാൻ താല്പര്യമില്ല, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു അലസമായ മനോഭാവം, അത് ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്ന അവസ്ഥയാണ്. അധ്വാനിക്കാൻ മനസ്സില്ലാത്ത അവസ്ഥ, അപ്പനും അമ്മയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഒന്ന് ഒരുമിച്ച് സഹകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു ആലസ്യം, അത് ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്ന
ഒന്നാമത്തെ ഘടകമാണ്. 2, നന്ദികേട്. ഈശോ പറഞ്ഞില്ലേ, 10 പേർക്കല്ലേ ഞാൻ സൗഖ്യം നൽകിയത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതിയൊഴികെ മറ്റൊരാൾക്കും വന്ന് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്നത് നന്ദികേടാണ്. മക്കൾക്ക് അപ്പനോട്, അപ്പന് അമ്മയ്ക്ക് മക്കളോട് നന്ദിയുള്ളവരായി തീരണം. ദൈവം പോലും ആഗ്രഹിക്കുന്നതാണ് നന്ദി പ്രകാശനം. ദി ബെസ്റ്റ് ഗിവിങ് ഈസ് ദ താങ്ക്സ് ഗിവിങ് എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല കൊടുക്കൽ എന്ന് പറയുന്നത് നന്ദി. നന്ദി വാക്കിൽ മാത്രം ഒതുക്കുകയല്ല, ജീവിതം കൊണ്ട് പ്രകടമാക്കുന്നവരാണ് ഭവനത്തെ തൊഴുത്താക്കാതെ ഭവനത്തെ സ്വർഗമാക്കി മാറ്റുന്നവർ. അതുകൊണ്ട് 1 അലസത, 2 നന്ദികേട്, 3 എതിർ മനോഭാവം. എല്ലായ്പ്പോഴും മല്ലടിക്കുന്നൊരു പ്രകൃതി. ഏതു നല്ല ചിന്തകളോടും മല്ലടിക്കുക, ഒരു കാര്യം പറയുക, അതിനെ എതിർക്കുക, അതിൻ്റെ കാര്യഗൗരവം ചിന്തിക്കാതെ, അതിൻ്റെ വരും വരായികൾ ചിന്തിക്കാതെ എന്ത് കേട്ടുകഴിഞ്ഞാലും എതിർ മനോഭാവം പ്രകടിപ്പിക്കുക. അപ്രകാരമുള്ളവർ ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്നവരാണ്. നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയിരിക്കുന്ന ജ്ഞാനമോ കൃപകളോ ഒന്നും ചിന്തിക്കാതെ, ആരാണെന്ന് നോക്കാതെ, എവിടെയാണെന്ന് നോക്കാതെ, എല്ലാത്തിനോടും എതിർ മനോഭാവം കാണിക്കുന്നവർ ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്നവരാണ്. വേറെ ചിലവരെ കണ്ടിട്ടുണ്ട്, എല്ലാറ്റിലും കുറ്റം കാണുക, കുറ്റപ്പെടുത്തുക. ജെറമിയുടെ പുസ്തകം 15-ാം അധ്യായം 9-ാം വാക്യത്തിൽ വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നു, വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയായി തീരും. ആലോചിച്ചു നോക്കുക പ്രിയപ്പെട്ട സഹോദര സഹോദരി, എൻ്റെ സ്വഭാവം എപ്രകാരമുള്ളതാണ്? എല്ലാവരെയും എല്ലാറ്റിനെയും എവിടെയും കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്നവരാണത്. മാത്രവുമല്ല, ക്ഷിപ്രമായ കോപം, പെട്ടെന്ന് എല്ലാ കാര്യങ്ങൾക്കും പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ, പെട്ടെന്ന് ഒഫൻഡഡായി തീരുക. ഒരു കാര്യം പറയുമ്പോഴോ ഒരു കാര്യം സംസാരിക്കുമ്പോഴോ പെട്ടെന്ന് ഒഫൻഡഡ് ആകുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് നിനക്കുള്ളതെങ്കിൽ അവിടെ എന്തോ കുറവുണ്ടെന്ന് മനസ്സിലാക്കുക. എൻ്റെ ഹൃദയത്തെ തൊഴുത്താക്കി മാറ്റുകയാണ്, എൻ്റെ കുടുംബത്തെ തൊഴുത്താക്കി മാറ്റുകയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒപ്പം പ്രതികാര മനോഭാവം. അടുത്തൊരു ദിവസം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു, ജെറൂസലം വചനക്കൂടാരത്തിൽ വന്ന ഒരു സഹോദരൻ പറയുകയായിരുന്നു, എൻ്റെ കുഞ്ഞ് എൻ്റെ അയൽവാസി കുഞ്ഞുമായി വഴക്കടിച്ചു. അതിന് പ്രതികാരമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത്, വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ വേലിയെല്ലാം പൊളിച്ചു മാറ്റിയപ്പോൾ അവ പറയാണ്, എൻ്റെ കുഞ്ഞിനെ കളിയാക്കിയപ്പോഴും തല്ലുകൂടിയപ്പോഴും മനസ്സിലാക്കണമെന്ന്. പ്രതികാരം ചെയ്യാനായിട്ടുള്ള ചിന്ത, പ്രതികാരത്തിന് വെമ്പുന്ന ഹൃദയം, പ്രതികാരം ചെയ്യുന്ന കൈകൾ, പ്രതികാരത്തിൻ്റെ വാക്കുകൾ, ഇപ്രകാരമുള്ളത് ഭവനത്തെ തൊഴുത്താക്കി മാറ്റുന്നവരുടെ സ്വഭാവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, സ്നേഹമില്ലാത്ത ഭവനം, സമാധാനമില്ലാത്ത ഭവനം, അംഗീകാരങ്ങൾ കൊടുക്കാത്ത ഭവനം, പ്രാർത്ഥനയില്ലാത്ത ഭവനം തൊഴുത്തിന് സദൃശമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. വെള്ളമില്ലാത്തിടത്ത് മീൻ പിടയുന്നത് പോലെയാണ്. വെള്ളമില്ലാത്തിടത്ത് ചെളിയിൽ കിടന്ന് മീൻ പിടയുന്നത് പോലെയാണ്. സ്നേഹമില്ലാത്തിടത്ത് ആത്മാവ് പാപത്തിൻ്റെ ചെളിയിൽ കിടന്ന് ഉരുളുമെന്ന് സഹോദര സഹോദരി നീ മറന്നു കളയരുത്. അതുകൊണ്ട് നല്ല നല്ല ബോധ്യങ്ങൾ, നല്ല നല്ല മനോഭാവങ്ങൾ, നല്ല നല്ല സംസാര രീതികൾ, നല്ല നല്ല പ്രവർത്തന ശൈലികൾ സ്വന്തമാക്കി തീർക്കുമ്പോഴാണ് തൊഴുത്തിനെ ഭവനമാക്കി, ഭവനത്തെ സ്വർഗമാക്കി, സ്വർഗത്തെ
സ്വർഗ സാമ്രാജ്യമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഒരു പഴഞ്ചൊല്ല് ഒരു പക്ഷേ പലരും കേട്ടിരിക്കും, ചോറിന് ഒപ്പം ചൊല്ലും കൊടുക്കണം. ചോറിന് ഒപ്പം ചൊല്ലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ ആത്മാവിന് മനസ്സിന് ആവശ്യമായിരിക്കുന്ന വചനവും കൊടുക്കണം. ഈ സത്യം തിരിച്ചറിഞ്ഞിട്ടാണ് 17 വർഷങ്ങൾക്കപ്പുറത്ത് ജെറൂസലം വചന കൂടാരത്തിൽ ബൈബിൾ ഗ്രാമം എന്ന് പറയുന്ന ഒരു ലളിതവും വിനീതവുമായ ശുശ്രൂഷ ആരംഭിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകിയത്. തീർച്ചയായിട്ടും ഭക്ഷണത്തോടൊപ്പം ശരീരം വളരുന്നതോടൊപ്പം തന്നെ മനസ്സിനും ആത്മാവിനും ഭക്ഷണം കൊടുത്താലാണ് ഒരു സമഗ്രമായ വ്യക്തിത്വം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ ശുശ്രൂഷയ്ക്ക് രൂപം കൊടുക്കുവാൻ ദൈവം അനുവദിച്ചത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമുക്ക് ആവശ്യമെന്ന്. ലോകത്തിൻ്റെ ജ്ഞാനമുണ്ടായാൽ ലോകത്തിൻ്റെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. ദൈവീക ജ്ഞാനം വൈദികരിലേക്ക്, ദൈവീക ജ്ഞാനം മാതാപിതാക്കന്മാരിലേക്ക്, ദൈവീക ജ്ഞാനം അധ്യാപകരിലേക്ക്, ദൈവീക ജ്ഞാനം നേതൃത്വം നൽകുന്നവരിലേക്ക് കടന്നു വന്നാൽ മാത്രമേ തൊഴുത്തിനെ ഭവനമാക്കാനും ഭവനത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ സ്വർഗ സാമ്രാജ്യമാക്കി മാറ്റാനും സാധിക്കുക. എനിക്ക് ഏറ്റവും പറഞ്ഞ മാതാപിതാക്കന്മാരെ, മക്കളെ സ്നേഹിച്ചാൽ അവർ നമ്മെ തീർച്ചയായിട്ടും സ്നേഹിക്കും. മക്കളെ ബഹുമാനിച്ചാൽ അവരും നമ്മെ ബഹുമാനിക്കും. മക്കളെ അംഗീകരിച്ചാൽ അവരും നമ്മെ അംഗീകരിക്കും. മക്കളെ ശ്രദ്ധിച്ചാൽ അവർ നമ്മെ ശ്രദ്ധിക്കും. ഈ സത്യം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ഭവനമാക്കി മാറ്റാനും സ്വർഗമാക്കി മാറ്റാനും കഴിയുന്ന മാതാപിതാക്കന്മാർക്കാണ് ഇത് സാധിക്കുക. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ തിരുവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശാലോം പ്രേക്ഷകരെ സ്വയം ഒന്ന് പരിശോധിക്കാനും ഒന്ന് തിരിഞ്ഞു നോക്കി വിലയിരുത്തി ജീവിതത്തെ തിരുനാളാക്കി മാറ്റുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ പ്രചോദിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൈപ്പിടിച്ച് നടക്കാൻ മക്കളെ പഠിപ്പിക്കണം. മക്കളെ പഠിപ്പിക്കണം. നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടത്താൻ മക്കളെ പരിശീലിപ്പിച്ചേ പറ്റൂ. പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കണം, കുരിശു വരയ്ക്കണം, ജീവിതം മുഴുവൻ ദൈവകരങ്ങൾ സമർപ്പിക്കണം, അനുദിന ജീവിത കർത്തവ്യങ്ങൾക്ക് കടന്നു ചെല്ലണം. ഇതൊക്കെ മാതാപിതാക്കന്മാർ മക്കളെ പഠിപ്പിച്ചാൽ മാത്രമേ ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുക. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പഠിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ നിർബന്ധിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല? എന്തുകൊണ്ട് ശുചിത്വത്തോട് പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നില്ല? മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല? മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകി തങ്ങളുടെ മക്കളെ ഉന്നതിയിലേക്ക് നയിക്കണമെന്ന് മാതാപിതാക്കന്മാർ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? ഒരേ ഒരു കാര്യമാണുള്ളത്, ലോകത്തിൻ്റെ ജ്ഞാനം ഭരിച്ച് ദൈവിക ജ്ഞാനം മങ്ങിപ്പോയിരിക്കുകയാണ്. ദൈവികമായ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ വേദനിച്ച് ദുഃഖിച്ച് നിന്റെ പക്കലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ആശ്വാസവാക്ക് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൂടെ? അവൻ്റെ കഴിവുകൾ, അവിടെ കുറവുകൾ കാണിച്ചു കൊടുത്ത് നന്മയിലേക്ക് നയിച്ചുകൂടെ? നമ്മുടെ മക്കളോ മറ്റാരോ പഠിക്കാതെ വരുമ്പോൾ ചീത്ത വിളിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മാതാപിതാക്കന്മാർ മനസ്സിലാക്കണം, പെട്ടെന്ന് പിണങ്ങുന്ന കുട്ടികൾ, പെട്ടെന്ന് സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുന്ന കുഞ്ഞുങ്ങൾ,
നശീകരണ മനോഭാവമുള്ള കുഞ്ഞുങ്ങൾ, ക്ഷിപ്ര കോപമുള്ള കുഞ്ഞുങ്ങൾ, കാരണമില്ലാതെ കരയുക, കാരണമില്ലാതെ പണം ചെലവാക്കുക, ആത്മഹത്യാശ്രമം നടത്തുക, ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ മക്കൾക്ക് പ്രത്യേകമായ ശ്രദ്ധയും കരുതലും കരുണയും നൽകേണ്ട സമയങ്ങളാണെന്ന് മാതാപിതാക്കന്മാർ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ തൊഴുത്തായിരിക്കുന്ന ജീവിതങ്ങളെ നല്ല നല്ല ഭവനങ്ങളാക്കി മാറ്റുവാൻ, ഭവനങ്ങളെ സ്വർഗങ്ങളാക്കി മാറ്റുവാൻ, സ്വർഗങ്ങളെ സ്വർഗ സാമ്രാജ്യങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 91 സങ്കീർത്തനം 4 വാക്യത്തിൽ നാം വായിക്കുന്നു, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറയ്ക്കുന്നു, അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ അവിടുന്ന് ആശ്രയം വയ്ക്കുന്നു. വിശ്വസ്തത നിനക്ക് കവചവും നിനക്ക് പരിചയവുമായിരിക്കട്ടെ. വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, എങ്ങനെയാണ് എൻ്റെ ജീവിതമാകുന്ന തൊഴുത്തിനെ സ്വർഗമാക്കി മാറ്റുവാൻ, സ്വർഗ സാമ്രാജ്യമാക്കി മാറ്റുവാൻ സാധിക്കുക? 2 നിർദ്ദേശങ്ങളാണ് എൻ്റെ മക്കൾക്ക് ഞാൻ നൽകുന്നത്. ഒന്ന്, മധ്യസ്ഥ പ്രാർത്ഥനക്കാരായി മാറണം. മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ആരും കാണാതെ, ലോകം പോലും കാണാതെ സ്വസ്ഥതയോടെ ഇരുന്നു കൊണ്ട് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ട്, നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. വിശ്വാസ സംരക്ഷണത്തിനും ദൈവകൃപയുടെ വളർച്ചയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമാണ്. ഉചിതമായത് ചിന്തിക്കാൻ, ഉചിതമായത് പ്രവർത്തിക്കാൻ, ഉചിതമായത് പ്രാവർത്തികമാക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന ഉയരണം. പുറപ്പാടിൻ്റെ പുസ്തകം 34 അധ്യായം 8 വാക്യത്തെ നാം വായിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മധ്യസ്ഥ പ്രാർത്ഥന, മൂശ പ്രവാചകന്റെ മധ്യസ്ഥ പ്രാർത്ഥന. പിതാവായ ദൈവമേ, നിന്റെ ജനം ദുശാഠ്യക്കാരും പാപത്തിനും അടിമകളുമാണെന്ന് അറിഞ്ഞുകൂടെ? എങ്കിലും കരുണ നിറഞ്ഞ പിതാവേ, അവരുടെ കരുണ കാണിച്ച് വീണ്ടും അങ്ങയിലേക്ക് തിരിപ്പിക്കണമേ എന്ന് മൂശ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ 34 അധ്യായത്തിൽ തൊട്ടടുത്ത വാക്യത്തെ നാം വായിക്കുകയാണ്. മോസസ് ഒരു ജനതയോടും ഒരു രാജ്യത്തോടും ചെയ്യാത്ത വണ്ണത്തിലുള്ള അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും വീണ്ടും നിന്റെ ജനതയുടെ ഞാൻ പ്രവർത്തിക്കും. ഒരു മനുഷ്യൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഒരു വ്യക്തി കരമുയർത്തി പ്രാർത്ഥിച്ചാൽ കുടുംബം രക്ഷ പ്രാപിക്കും. ഒരു കുടുംബം കരമുയർത്തി മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചാൽ ഒരു ഇടവക രക്ഷ പ്രാപിക്കും. ഒരു ഇടവക മുഴുവൻ കരമുയർത്തി പ്രാർത്ഥിച്ചാൽ രാജ്യത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന്, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാപങ്ങൾ വിട്ടുപേക്ഷിക്കാൻ, നന്മയിൽ വളരാൻ, സ്നേഹം പ്രാവർത്തികമാക്കാൻ, അർത്ഥശൂന്യമായിരിക്കുന്ന ചർച്ചകളിൽ നിന്നും സംഭാഷണം വിട്ടുമാറി നിൽക്കാനായിട്ട് സാധിക്കണമെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും അനുഗ്രഹത്തിൻ്റെ ഉയർച്ചയ്ക്കും പാപം വിട്ടുമാറാനും മധ്യസ്ഥ പ്രാർത്ഥനക്കാരായിട്ട് ഓരോ വ്യക്തികളും രൂപാന്തരം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുസഭയിൽ ധാരാളം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബാങ്കുകൾ തുടങ്ങുവാൻ വ്യക്തികളോടും ഇടവകകളോടും സമൂഹങ്ങളോടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമതായി, കുരിശെടുക്കണം. കുരിശെടുത്ത് യാത്രയായിത്തീരണം. വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കാൻ, വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കാൻ, വ്യവസ്ഥയില്ലാതെ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഓരോ ദിനവും നമുക്കുണ്ടാകുന്ന കുരിശുകളെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, പൂവിനെ ചവിട്ടി അരയ്ക്കുമ്പോഴും ചില പൂവിൽ നിന്ന് സുഗന്ധം വീണ്ടും ഉണ്ടാകാറില്ലേ? കരിമ്പ് ഞെരിപിരി കൊള്ളുമ്പോഴും അതിൽ നിന്ന് മധുരം മാത്രമല്ലേ വരുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിലേക്ക്, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ നവചൈതന്യം എന്നെ നിക്ഷേപിക്കണമേ. തൊഴുത്തായിരിക്കുന്ന എൻ്റെ ഹൃദയത്തെ
ഭവനമാക്കി മാറ്റുവാൻ, ഭവനത്തെ സ്വർഗമാക്കി മാറ്റുവാൻ, സ്വർഗത്തെ സ്വർഗ സാമ്രാജ്യമാക്കി മാറ്റുവാൻ, അങ്ങനെ ദൈവരാജ്യ വിസ്തൃതിയുടെ ഒരു കണ്ണിയായി തീരുവാൻ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ.